പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെമ്പുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അഭിഷേകം ഏത് നിമിഷത്തിലും ചോർന്നു പോകാം. അതാണ് ഈ അഭിഷേകം. ഏത് നിമിഷത്തിലും അഭിഷേകമാണ് നമ്മൾ വ്യത്യസ്തരാക്കുന്നത്. അതാണ് പെന്തിക്കോസ്തി ദിനത്തിൽ ശിഷ്യന്മാർ വ്യത്യസ്തരായി തീർന്നത് അങ്ങനെയാണ്. അതിനുശേഷമുള്ളവർ കാഴ്ചപ്പാടുകളുണ്ടായ മാറ്റം, വചനം ധൈര്യപൂർവ്വം അവർ പ്രസംഗിച്ചു. അവരുടെ ജീവിതത്തെ ബലി കഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. അത് രക്തം കൊണ്ടുള്ള സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. 1 സാമുവേൽ 10:1. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട് അതിന് വിശദീകരണം ആവശ്യമില്ല. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിലൊലിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്നെ അഭിഷേകിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. 6-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായിത്തീരും. അപ്പോൾ അവനെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് അവൻ വന്ന് ഇറങ്ങും. 10-ാമത്തെ അധ്യായം തന്നെ 9-ാമത്തെ വചനം. സാമുവേലിൻ്റെ അടുത്ത് നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. അപ്പോൾ ഒന്നാമതായി അവന് നൽകിയത് രാജത്വം നൽകി. രണ്ടാമതായി അവന് നൽകിയത് പരിശുദ്ധാത്മാവിനെ നൽകി. മൂന്നാമതായി അവന് ഒരു പുതിയ ഹൃദയം നൽകി. ഈ അഭിഷേകത്തിലൂടെ സംഭവിച്ചതാണ്. അവൻ രാജത്വം നൽകി. അവന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി. അവന് ഒരു പുതിയ ഹൃദയം ലഭിച്ചു. സുവിശേഷ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷിതരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയം യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആയിത്തീരണമേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ഇത്. ഹൃദയത്തിൻ്റെ ശുശ്രൂഷയാണ്. അതാണ് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ ഒരു ഹൃദയം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ ഇത് നിലനിൽക്കാൻ നാം വില കൊടുക്കണം. അതാണ് ഈ അഭിഷേകം ജ്വലിപ്പിച്ചെടുക്കാൻ നാം വില കൊടുക്കണം.
ഈ ദാവീദിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നാം 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. അതാണ് സാമുവേൽ വരാൻ വൈകിയപ്പോൾ കാത്തു നിൽക്കാൻ തയ്യാറാകാതെ പുരോഹിതനർപ്പിക്കേണ്ട ബലി രാജാവ് തൻ്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിച്ചു. ദൈവത്തിനു വേണ്ടി കാത്തു നിൽക്കാൻ തയ്യാറാകാത്തവൻ, അതാണ് ദൈവത്തിനു വേണ്ടി കാത്തു നിൽക്കാൻ, ദൈവസ്വരം കേൾക്കാൻ, സമയം മാറ്റിവെക്കാൻ, ദൈവത്തിന് മുൻഗണനകൾ നൽകാൻ സാധിക്കാത്തവൻ്റെ അഭിഷേകം ചോർന്നു പോകും. അതാണ് അഭിഷേകം ചോർന്നു പോകും. 10-ാമത്തെ വചനം വരുമ്പോൾ പറയുന്നു, കർത്താവ് ശമൂവേലിനോട് അരുളി ചെയ്തു. 15-ാം അധ്യായം 10-ാമത്തെ വചനം, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. 16-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ കർത്താവ് ശമൂവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്നും സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അഭിഷേകത്തിൽ നിലനിൽക്കുക എന്നുള്ളത്, അഭിഷേകത്തെ ജ്വലിപ്പിച്ചെടുക്കാൻ, ദൈവത്തിന് മുൻഗണന നൽകാനും അവിടുത്തെ സ്വരത്തിന് വേണ്ടി കാത്തിരിക്കാനും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന നൽകാനും തയ്യാറാവണം. ഒരിക്കൽ അഭിഷേകം ലഭിച്ചു എന്നുള്ളതിൻ്റെ പിൻബലത്തിൽ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. ഈ അഭിഷേകം നിരന്തരം ജ്വലിപ്പിക്കേണ്ടതുണ്ട്. ഈ അഭിഷേകം നിരന്തരം ജ്വലിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാം ദയനീയമായി പരാജയപ്പെടും. 10-ാം അധ്യായം 14-ാമത്തെ വചനം, 16-ാം അധ്യായം 14-ാമത്തെ വചനം, 16-ാം അധ്യായം 14-ാമത്തെ വചനം, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. അഭിഷേകം നഷ്ടപ്പെട്ടാൽ ദുരാത്മാവ് നമ്മൾ പ്രവേശിക്കും. ദുരാത്മാവിൻ്റെ വഴിയിലൂടെ നയിക്കും. ദുരാത്മാവിൻ്റെ വഴിയിലൂടെ നയിക്കും. കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദയനീയമായ ഒരവസ്ഥയാണ് നാം കാണുന്നത്. അതിനു മുമ്പ് ഈ സത്യദൈവത്തെ വിട്ടിട്ട് പരദൈവത്തെ സ്വീകരിക്കാൻ വരെ സാവൂൾ പോയി. 28-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ, സാവൂൾ മന്ത്രവാദിനിയുടെ അടുക്കൽ പോകുന്നതാണ്. തൻ്റെ അധികാരം നിലനിർത്താനും തൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കാനും വേണ്ടി വഴിവിട്ടുള്ള സഞ്ചാരത്തിൽ എവിടെ എത്തിച്ചേരുന്നു? അവസാനം എല്ലാ യുദ്ധങ്ങളിലും അവൻ പരാജയപ്പെട്ടു. 31-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. അവന് നൽകപ്പെട്ട പുതിയ ഹൃദയം, ആ ഹൃദയത്തിൽ അവൻ തന്നെ വാൾ കുത്തിക്കയറ്റി ആത്മഹത്യ ചെയ്തു. അതാണ് നമുക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ പാപമാണ്, മാരകമായ പാപമാണ്. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു. ഈ അപരിച്ഛേദിതൻ, 4-ാമത്തെ വചനം, സാവൂൾ തൻ്റെ ആയുധവാഹകരോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതൻ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടുന്നതിന് വാളൂരി എന്നെ കൊല്ലുക. അപ്പോൾ അവർ അത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവനവനെ വിട്ടുപോയി. അശുദ്ധാത്മാവനെ ബാധിച്ചു. അവസാനം അവൻ മന്ത്രവാദിയുടെ അടുത്തെത്തി. പരദൈവങ്ങളെ ആരാധിക്കാൻ തയ്യാറായി. അവസാനം അവൻ ആത്മഹത്യ ചെയ്ത് അവൻ്റെ ഹൃദയത്തെ പിളർത്തി. അപ്പോൾ ഇത് ഈ അഭിഷേകത്തിൽ നിലനിൽക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിയോഗമാണ്.
ഈ ഒരു അപകടമാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. കൊരിന്തോസുകാർക്ക് ലേഖനം 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 1-2 വചനങ്ങൾ കൂടി വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്ന് അവർ പാനം ചെയ്തു. അപ്പോൾ ഇവിടെ 2 അഭിഷേകത്തെ പറ്റിയാണ് പറയുന്നത്. 2 അഭിഷേകത്തെപ്പറ്റി, 2 സ്നാനത്തെപ്പറ്റിയാണ് പറയുന്നത്. 1 കൊരിന്തോസ് 10, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റു. ഇസ്രായേൽക്കാർ വലിയൊരു ആൾക്കൂട്ടമായിരുന്നു ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ. ആ ഇസ്രായേൽക്കാരെ ദൈവജനമാക്കി രൂപാന്തരപ്പെടുത്തിയത് ഈ 2 കാര്യങ്ങളാണ്. 1 ഈ മേഘത്തണലും, 2 ഈ കടൽ സ്നാനവുമാണ്. മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരം ഈ മേഘത്തണലിൻ്റെ സംരക്ഷണത്തിലാണ് അവർ സുരക്ഷിതരായി സഞ്ചരിച്ചത്. ഈ മരുഭൂമിയുടെ ചൂടിൽ അവർക്ക് അവരുടെ യാത്ര തുടരാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അതിനാണ് മേഘത്തണൽ അയച്ചു കൊടുത്തു. ആ മേഘത്തണലിൽ നിലനിന്നവരെല്ലാം സുരക്ഷിതരായിരുന്നു, കൂട്ടായ്മയിൽ ഒരു ബലപ്പെട്ടു. മേഘത്തണലിൽ നിലനിന്നവരെല്ലാം, മേഘത്തണലിന് പുറത്തു കടന്നവരെല്ലാം വരണ്ട ഭൂമിയിൽ മരിച്ചു വീണു. അപ്പോൾ അവിടെ ഒരു കടൽ സ്നാനത്തെപ്പറ്റി പറയുന്നുണ്ട്. ഒരു കടൽ അനുഭവം എന്നുള്ളത് ഒറ്റപ്പെട്ട അനുഭവമാണ്. അതുവരെയും, കടൽ കടക്കുന്നത് വരെയും ഇസ്രായേൽക്കാർ പരാതി പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഓരോ ഭക്ഷണം കൊടുത്താൽ, വെള്ളത്തിന് കുറവ് വന്നാലും, ഭക്ഷണത്തിന് രുചി വ്യത്യാസം വന്നാലും, ഭക്ഷണം സമയത്ത് ലഭിക്കാതെ വന്നാലും, ഓരോരോ കാര്യങ്ങളിൽ അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയും മത്സരിക്കുകയും തർക്കിക്കുകയും ഇടറി നിൽക്കുകയും പിന്തിരിഞ്ഞു നോക്കുകയും ചെയ്യുമായിരുന്നു. വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ഈജിപ്തിൻ്റെ നന്മകളെപ്പറ്റി അവർ പ്രഘോഷിക്കുമായിരുന്നു. എന്നാൽ കടൽ സ്നാനത്തിന് കടൽ കടന്നതിന് ശേഷം പിന്നീട് പിന്തിരിഞ്ഞു നോക്കുന്നതിനെപ്പറ്റി അവർ ചിന്തിച്ചിട്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ്. ചില മാരകമായ രോഗം, ഞാനൊരു മാരകരമായ രോഗത്തിലൂടെ കടന്നു പോയതാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ ആകമാനം മാറ്റുന്നതാണ്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ, അതെപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളല്ല. രോഗമാകാം, അപവാദമാകാം, തകർച്ചയുടെ അനുഭവമാവാം, തീവ്രമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവമാവാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് ഒരു അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് പല അത്ഭുത രോഗശാന്തിയിലൂടെയോ അല്ലെങ്കിൽ തഴക്കദോഷങ്ങൾ വിടുതലിലൂടെയോ വലിയ മാനസാന്തരങ്ങളിലൂടെയോ ഒക്കെ അസാധാരണമായ ദൈവിക ഇടപെടലിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടൽ സ്നാനത്തിൻ്റെ അനുഭവമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ജീവിതവും അതിന് ശേഷമുള്ള ജീവിതവും തമ്മിലുള്ള ആ വലിയൊരു വ്യത്യാസം, അതൊരഭിഷേകമാണ്. സാവൂളിനെ അടിച്ചു വീഴ്ത്തുന്നത് വരെ ഉള്ള ആ ഒരു കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവും അത് സാവൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടൽ സ്നാന അനുഭവമാണ്. അവരുടെ ജീവിതത്തെ വേർതിരിക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു ഓർമ്മ അന്നു മുതൽ ഇന്നു വരെയും എന്താണ്, കടലിലൂടെ ജനത്തെ നയിച്ച ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ പരിപാലനയും ലോകമുള്ളിടത്തോളം കാലം, വചനത്തിലൂടെ നാം ഗ്രഹിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ പുതിയ അഭിഷേകം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ കടൽ അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച കടൽ അനുഭവങ്ങൾ. എന്നാൽ
നിലനിൽക്കുന്ന ഒരു സ്നാനാനുഭവം എന്ന് പറയുന്നത് മേഘത്തണലിൻ്റെ സ്നാനാനുഭവമാണ്. അതാണ് സഭയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള കൂദാശ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൂട്ടായ്മ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ മേഘസ്നാനത്തിൻ്റെ നനവ്, മേഘത്തിൻ്റെ തണലും നനവും അവർ കനാൻ നാട്ടിലെത്തുന്നത് വരെയും അവരെ പിന്തുടർന്നു. അവർക്ക് സംരക്ഷണം നൽകി. നാം ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങളിൽ ഈ അഭിഷേകത്തിൽ നിന്ന് പുറത്തു ചാടി മരുഭൂമിയുടെ തീവ്രമായ അനുഭവങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവാം. ഓടിയെത്തുക എന്നുള്ളതാണ്, മടങ്ങിയെത്തുക എന്നുള്ളതാണ്. അതാണ് സഭാത്മകമായ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും കൂദാശ ജീവിതത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന ആ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതൊരു സ്നാനാനുഭവമാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ്, നമ്മൾ ജ്വലിച്ചു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നിരന്തരം ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. പൗലോസ് തന്നെ പറയുന്നത് അതാണ്. നിരന്തരം നമ്മൾ ജ്വലിപ്പിച്ചു കൊണ്ടേയിരിക്കണം. എങ്ങനെ ജ്വലിക്കും? ആ ജ്വലിക്കുന്നത് ധ്യാനം കൂടി നാം ഈ അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ മാത്രമല്ല, ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ഞാൻ യോഗ്യതയോടെ കുർബാന അർപ്പിക്കുമ്പോഴുമെല്ലാം ഒരഭിഷേകമാണ്. ദൈവസന്നിധിയിൽ ഞാൻ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന സന്ദർഭം അഭിഷേകത്തിൻ്റെ മുഹൂർത്തമാണ്. എൻ്റെ അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്വീകരിക്കുന്ന ഓരോ സന്ദർഭവും അഭിഷേകത്തിൻ്റെ മുഹൂർത്തമാണ്. നമ്മളെ കൂദാശ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഈ അഭിഷേകത്തിൻ്റെ നനവിലാണ് പ്രിയപ്പെട്ടവരെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഭിഷേകമില്ലെങ്കിൽ നാം കരിക്കട്ടയാണ്. ഈ കരിക്കട്ടയെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിരന്തരം ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ജ്വാലയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതും നാം പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ അഭിഷേകമാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഈ അഭിഷേകമാണ് ഫലം പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അതുകൊണ്ട് നമ്മുടെ കൂദാശ ജീവിതത്തിൽ നമ്മെ തന്നെ ജ്വലിപ്പിക്കണം. നമ്മുടെ കൂദാശ ജീവിതത്തിൽ നമ്മെ തന്നെ ജ്വലിപ്പിക്കണം. എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ നിന്നുള്ള നീർച്ചാലിനെ സംബന്ധിച്ച് നാം വായിക്കുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായം ഈ അഭിഷേകത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ അഭിഷേകത്തിൽ വ്യത്യാസമുണ്ട്. ദാഹിക്കുന്നവൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-39 വചനങ്ങൾ എന്ന് വായിക്കും. ദാഹിക്കുന്നവൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്താണ്? ഈ കുടിക്കുന്നവനിൽ നിന്നും ഒരരുവി പുറപ്പെടുന്നതാണ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരരുവി പുറപ്പെടും. നിങ്ങൾ 400 പേരുണ്ട്. 400 പേരുണ്ട്. 400 പേരുടെ ഹൃദയം ഒരരുവിയായി മാറുകയാണ്. വരണ്ട ഇടങ്ങളിലൂടെ ഒഴുകിയിറങ്ങി അവിടെ ഫലവൃക്ഷങ്ങൾ വളർന്നു വരുന്നതിന് പര്യാപ്തമാവണ്ണമുള്ള നദി ഒഴുക്കുന്ന നീർച്ചാലിൻ്റെ ഉറവിടങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. പക്ഷേ എന്താണ്? ഈ ദാഹിക്കുന്നവനിൽ നിന്ന് ഈ അരുവി പുറപ്പെടാൻ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അരുവി നമ്മൾ നിരന്തരം ഒഴുകിയിറങ്ങണം എന്നുള്ളതാണ്. അവിടെ നിന്നുമാണിത് പുറപ്പെടേണ്ടത്. ഇപ്പോൾ ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ ആ ഭാഗം നമ്മൾ വായിച്ചു പോകും. ദീർഘമായി നമുക്ക് വായിക്കാൻ അവിടെ. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിലിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ ഭൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടി 2-ാമത്തെ വചനം നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തു കൂടി ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരക്കെട്ടിനൊപ്പം വെള്ളമുണ്ടായിരുന്നു.
പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു, നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. ഇത് പുറപ്പെടുന്ന ഒരു അഭിഷേകത്തിൻ്റെ അരുവിയെ സംബന്ധിച്ചാണ്. ഇവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ളതെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നതാണ്. മുട്ടുവരെ വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ആരെങ്കിലും കരയിൽ നിന്ന് കല്ലെറിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കൊള്ളും. എന്നാൽ മുങ്ങിക്കിടക്കുന്ന ഒരു അഭിഷേകത്തിൽ, ആ ഒരു അഭിഷേകത്തിൽ ആർക്കെങ്കിലും നമ്മെ പരിക്കേൽപ്പിക്കാൻ സാധിക്കുമോ? ആർക്കും പരിക്കേൽപ്പിക്കാൻ സാധിക്കില്ല. പരിക്കില്ലാത്ത ഒരു ജീവിതത്തോടെ നമുക്ക് സാക്ഷികളാവാൻ ഈ മുങ്ങിക്കുളിക്കുന്ന ഒരു അഭിഷേകമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ വെള്ളത്തിൽ നാം ഇങ്ങനെ കിടക്കുമ്പോഴെന്താണ്? വെയിറ്റ് ഇല്ലാതെ തോന്നും. അതില്ലാതെ ഈ അഭിഷേകമില്ലാത്ത വരുന്നവർക്കാണ് വലിയ തലക്കനവും വെയിറ്റും തോന്നാനിടയായിത്തീരുന്നത്. നമുക്ക് എന്താണ് ഇത്? നമുക്ക് ഒരു നമ്മൾ ആരോ ആണെന്ന് നമുക്ക് തോന്നാനിടയായിത്തീരും. ഈ അഭിഷേകത്തിൻ്റെ തികവിൽ വരുന്തോറും നാം എന്താണ്? ഭാരം കുറഞ്ഞ് എളിമപ്പെട്ട് നാം മുന്നോട്ട് പോകാൻ ഇടയായിത്തീരും. പരിക്കുകളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ ഇടയായിത്തീരുകയും ചെയ്യും. അങ്ങനെ പലപ്പോഴും എന്താണ്? നമ്മുടെ സുവിശേഷകർ പരസ്പരം മത്സരിക്കാനും പരിക്കേൽപ്പിക്കാനും ഇടയായിത്തീരുന്നതിൻ്റെ കാരണം ഇതാണ്: അഭിഷേകമില്ല എന്നുള്ളത് കൊണ്ടാണ്. അഭിഷേകം നമ്മളില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ്? അഭിഷേകം ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളോട് ഏതെങ്കിലും രീതിയിൽ നമ്മളെ പരിക്കേൽപ്പിക്കുന്നെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, സ്നേഹം ആവശ്യമുണ്ട്, ആ വ്യക്തിയുടെ അഭിഷേകം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ആവശ്യമുണ്ട് എന്നുള്ള ഒരു പാഠമാണ്. ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അധ്യാപകർക്കറിയാം, അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന വ്യക്തികൾ എന്തിനു വേണ്ടിയാണ്? എൻ്റെ ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ളൊരു വിദ്യാർത്ഥി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനം ഈ വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി നദി അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? അവൻ എന്നെ നദീതീരത്തൂടെ കൊണ്ടുവന്നു. അവൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബിയയിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. അതാണ് ഈ അരുവി. അശുദ്ധമായതിനെ എല്ലാം ശുദ്ധജലമാക്കുന്നു. മടങ്ങി വരുമ്പോൾ ഈ കരയിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ ഫലവൃക്ഷങ്ങളെല്ലാം ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിൽക്കുന്നത്. 12-ാമത്തെ വചനം, നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. നമുക്ക് വരദാന ഫലങ്ങളെ സംബന്ധിച്ച് എന്നോ കിട്ടിയ വരം, നമ്മളിപ്പോൾ ഈ എണ്ണിത്തിട്ടപ്പെടുത്തിയ ഇത്ര വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ എന്താണ്? പരിശുദ്ധാത്മാവിനെ നമ്മൾ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തുക സാധ്യമല്ല. പുതിയ ഫലം പുറപ്പെടുവിക്കും. മാസം തോറും പുതിയ ഫലം. അതാണ് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അതിന് പുതിയ മധുരമാണ് നൽകുന്നത്. അഭിഷേകത്തിൽ ഇങ്ങനെ വളർന്ന് നമ്മളിങ്ങനെ പ്രായാധിക്യത്തിലൊക്കെ എത്തിയിരിക്കുമ്പോൾ എന്താണ്? പണ്ടൊക്കെ നാം സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഇവിടെ കൗൺസിലിംഗ് നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു. ഇതൊരു സാന്നിധ്യവും ഒരു നോട്ടവും തന്നെ അവരെ വിശുദ്ധീകരിക്കാനും അഭിഷേകം നിറയ്ക്കാനും പര്യാപ്തമായി തീരും. പുതിയ ഫലങ്ങൾ മാസം തോറും പുറപ്പെടുവിക്കുന്നു. മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു എന്നാണ്. നമ്മളെ ജീവിതം ഈ അഭിഷേകത്തിൽ വളർന്നു മുന്നോട്ട് പോകണം. നാം സഞ്ചരിച്ച പാതകളിലൂടെ, അതാണ് അച്ഛന്മാരൊക്കെ അവരൊക്കെ ഇരുന്നിട്ടുള്ള ആ ഇടവകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർക്കുള്ള സംതൃപ്തി ഇപ്പോൾ ഇരിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ അത് ആഘോഷിക്കുന്നത്. പക്ഷേ അവിടെ ഈ ശുശ്രൂഷ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നടത്തിയവരുടെ അധ്വാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഫലമാണ് നാം ഇരുന്നിട്ടുള്ള ഈ പാതയിലൂടെ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ സാക്ഷ്യപൂർണമായി നിലനിൽക്കുന്നത് എന്നുള്ളത്.